ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സീമ എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സീമ, 40 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് മാഡം ചോദിക്കും. പല സാഹചര്യങ്ങളും അതിനുണ്ടായിട്ടുണ്ട്. കാര്യം, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ഒരാളോട് ഒത്തിരി ഇഷ്ടം തോന്നി. അയാളെ വിശ്വസിച്ച് ഞാൻ അയാളുടെ കൂടെ പലയിടത്തും കറങ്ങി നടന്നു. അയാൾ പറയുന്നതെല്ലാം അനുസരിച്ച് അയാളുടെ ഇഷ്ടത്തിന് ഒത്തു ഞാൻ താളം തുള്ളി. പക്ഷേ എനിക്ക് കിട്ടിയത് അവഗണനയായിരുന്നു. ആ രസത്തിനിടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റി. എൻ്റെ ഡേറ്റുകളൊക്കെ തെറ്റി. വീട്ടുകാരോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു. വെപ്രാളപ്പെട്ട് അയാളെ വിളിച്ചു. പക്ഷേ അയാൾ മുങ്ങിക്കളഞ്ഞു. മാഡം, എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. പോകെ പോകെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി. എൻ്റെ അമ്മ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും അടുത്ത വീട്ടിലെ ഒരു ചേച്ചി അത് കണ്ടുപിടിച്ചു. അമ്മയോട് പറയുകയും ചെയ്തു. അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഉള്ളത് പറയേണ്ടി വന്നു. അമ്മ ആ ചേച്ചിയോട് ആരോടും ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ആ ചേച്ചിയും കൂടെ മുൻകൈ എടുത്താണ് ഡോക്ടറെ കണ്ട് എല്ലാം ഒഴിവാക്കിയത്. പക്ഷേ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ പിണങ്ങി ഞങ്ങളോട്. അങ്ങനെ അവരുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേരുദോഷമായി. നാട്ടിൽ നിൽക്കാൻ വയ്യാതായി. എൻ്റെ പഠിത്തം നിലച്ചു. നാട്ടിൽ നിൽക്കക്കളില്ലാതായപ്പോഴേക്കും ഇടുക്കിയിലേക്ക് എന്നെ മാറ്റി. എൻ്റെ അമ്മയുടെ അനിയത്തി വിവാഹം കഴിച്ച് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കുട്ടികളൊന്നുമില്ല. ഞാൻ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും രോഗം ബാധിച്ച് അവരുടെ ഭർത്താവ് മരിച്ചു. പിന്നെ ഞാനും കുഞ്ഞമ്മയും തനിയായി. എന്തോ ലോകത്തിലുള്ള ആണുങ്ങളെല്ലാം കുഞ്ഞമ്മയ്ക്ക് വെറുപ്പായിരുന്നു. വിവാഹ ജീവിതത്തോടും ഒരു താല്പര്യമില്ല. ഭർത്താവിൻ്റെ രോഗം കൊണ്ട് അവർ ആദ്യം മുതലേ കഷ്ടപ്പെടുകയല്ലേ. ഒന്നും അറിയാതെ അവർ ഒരു വെട്ടിൽ വീണ പോലെയായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചെന്ന് എനിക്ക് തോന്നി. ഇനി കല്യാണവും കളവാണോ ഒന്നും നമുക്ക് വേണ്ട, അധ്വാനിച്ച് ജീവിക്കാം, ജോലി കണ്ടുപിടിക്കാം എന്ന് അവർ പറഞ്ഞു. ഇത്രയും നാൾ ഭർത്താവിനെ ശുശ്രൂഷിച്ച് കുറച്ച് പൈസ കൊണ്ട് അവർ കഴിയുകയായിരുന്നു. കുഞ്ഞമ്മയാണെങ്കിലും എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോഴേക്കും അവരെനിക്ക് ഒത്തിരി മൂത്തതൊന്നുമായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ വയസ്സിൻ്റെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കും പിന്നെ കുഞ്ഞമ്മയ്ക്കും ഇടയിൽ 2 ആങ്ങളമാർ കൂടിയുണ്ട്. അവരൊന്നും എൻ്റെ പ്രശ്നം വന്നപ്പോഴേക്കും തിരിഞ്ഞു പോലും നോക്കിയില്ല. കുഞ്ഞമ്മയും ഞാനും അവിടെ ഒരു തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങി. അവിടെയും ഞങ്ങൾക്ക് ശല്യങ്ങൾ ഏറെയായിരുന്നു. ഞങ്ങളുടെ സൗന്ദര്യം ഞങ്ങൾക്ക് 2 പേർക്കും പാരയായിരുന്നു. ഒത്തിരി പേരെ പ്രേമിക്കാനും അല്ലെങ്കിൽ പുറകെ നടക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നു. പക്ഷേ അവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞങ്ങൾ 2 പേരും കൂടെ അവിടുന്ന് പോന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇനി എന്തായാലും നഗരങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും കൂടെ കൊച്ചിയിലേക്ക് ചെന്നു. അവിടെ കുഞ്ഞമ്മയുടെ ഒരു കൂട്ടുകാരി കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിന് ചില പിടിപാടുകളൊക്കെ ഉണ്ട്. അവർ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് ഫോണിൽ കൂടി പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു ബ്രെഡ് ഫാക്ടറിയിലാണ് ജോലി വാങ്ങിച്ചു തന്നത്. അത് വളരെ സുഖകരമായൊരു പണിയായിരുന്നു. വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. നന്നായി ജീവിക്കാനും പറ്റില്ല, സമ്പാദിക്കാനും പറ്റില്ല. പക്ഷേ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അത് ഒരു വീടാണ്. ഒരു വീട് വാടകയ്ക്കെടുത്ത് കുറേ സ്ത്രീകൾ താമസിക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം. ഇനി ഇവിടെ നിന്ന് വേറെന്തെങ്കിലും ജോലി നോക്കി പച്ച പിടിക്കാം എന്ന് ഞങ്ങൾ 2 പേരും കൂടെ വിചാരിച്ചു. ആ ഫാക്ടറിയിൽ ഞങ്ങൾ കുറേ നാൾ ജോലി ചെയ്തു. ആളുകൾ ശല്യപ്പെടുത്താതിരിക്കാൻ, സംശയിക്കാതിരിക്കാൻ ഞങ്ങൾ താലിയും സിന്ദൂരവും ഒക്കെയാണ് ഞാൻ നടന്നിരുന്നത്. അതുകൊണ്ട് രക്ഷയായി. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ കുഞ്ഞമ്മയുടെ കൂട്ടുകാരിയില്ലേ, അവരുടെ ഭർത്താവ് ഇത്തിരി സ്ത്രൈണത കലർന്ന ഒരാളാണ്. അയാളാണെങ്കിൽ ഞങ്ങളെ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. നിരുപദ്രവകാരിയാണ് എന്ന് വെച്ചിട്ട് അങ്ങേർക്ക് പിടിപാടില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല ഹോൾഡുള്ള ആളാണ്. പക്ഷേ സ്ത്രീകളെ പോലെയാണ് നടക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. ഒരു ദിവസം അയാൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും പുരുഷന്മാരെ ഇത്ര വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. പുരുഷന്മാർ വളരെ നല്ലവരാണെന്ന്. അപ്പോൾ ഞാനും കുഞ്ഞുമ്മയും പറഞ്ഞു, ഞങ്ങളുടെ അനുഭവം അങ്ങനെയൊന്നുമല്ല. നിങ്ങളെപ്പോലെ സോഫ്റ്റ് സ്വഭാവമുള്ള പുരുഷന്മാരല്ലല്ലോ എല്ലാവരും. അപ്പോൾ പുള്ളി പറയുകയാണ്, പുരുഷന്മാർ കരുത്തന്മാരാണ്. അവരെ അറിയാൻ സ്ത്രീകൾക്ക് ഭാഗ്യം വേണം. നിർഭാഗ്യവശാൽ നിങ്ങളിലൊരാൾ വഞ്ചിക്കപ്പെട്ടു. ഒരാൾക്ക് പുരുഷനുമായുള്ള ജീവിതത്തിൽ ഒരു രസങ്ങളും അനുഭവിക്കാനും പറ്റിയില്ല. അങ്ങനെയല്ല, നല്ല പുരുഷന്മാർ ഈ ലോകത്തിലുണ്ട്. നിങ്ങളെങ്ങനെ നിങ്ങളുടെ സൗന്ദര്യം വേസ്റ്റാക്കി കളയരുത്. ഇപ്പോഴും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു തേജസ്സാണ്. ആ തേജസ് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റു ബന്ധങ്ങളിലൊന്നുമാകാൻ യാതൊരു താല്പര്യമില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തിനാണ് ബന്ധങ്ങൾ?
അത്തരം ബന്ധങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1-2 മണിക്കൂർ നീളുന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു രാവ് പുലർന്നാൽ തീരുന്ന ബന്ധങ്ങൾ. അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഞങ്ങൾ അത്തരക്കാരികളല്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു പറഞ്ഞു അത്തരക്കാരികൾ എന്ന് പറഞ്ഞ് ഒരാളില്ല. നമ്മളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, ആവറേജായിട്ട് കൊണ്ടുപോകണോ അതോ ഉന്നതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കണം. ഞാൻ പറയുന്ന നല്ലൊരു ഓപ്ഷനുണ്ട്. എനിക്ക് കുറേയധികം ആണുങ്ങളുമായിട്ട് നല്ല പരിചയമുണ്ട്. നിങ്ങൾ ജസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുക. ഇഷ്ടം പോലെ പണം കിട്ടും. വെറുതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭാര്യ ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ സമ്മതിക്കുമോയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവൾ പണമുണ്ടാക്കാൻ വേണ്ടി സജീവ പ്രവർത്തകയാണ്. അതേപോലെ തന്നെ ഞാനും സജീവ പ്രവർത്തകനാണ്. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അയാളുടെ നിരന്തരമായ നിർബന്ധം ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് എനിക്കും തോന്നി. എൻ്റെ കാര്യത്തിൽ ഞാൻ ആണിനെ ശരിക്കും സന്തോഷിപ്പിക്കാനും അതേപോലെ തന്നെ അടുത്തറിയാനും ഒത്തിരി പരിചയിച്ചവളാണ്. പക്ഷേ കുഞ്ഞുമ്മയ്ക്ക് അങ്ങനെയല്ല. കുഞ്ഞുമ്മയ്ക്ക് വയ്യാത്ത ഭർത്താവിനെയാണ് ആദ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ ആണുങ്ങളെ വെറുക്കുന്നു. എനിക്ക് വെറുക്കാൻ ആണിൻ്റെ ചതിയാണ് കാരണം. കുഞ്ഞമ്മയ്ക്ക് വെറുക്കാൻ കാരണം ആണിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുമായിരിക്കാം എന്ന് ഞാൻ പുനർവിചിന്തനം നടത്തി. അങ്ങനെ കുഞ്ഞമ്മയും ഞാനും കൂടി സംസാരിച്ച് ഒരു സമവായത്തിലെത്തി. കുഞ്ഞമ്മ ചോദിച്ചു എടി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോയെന്ന്. ഞാനിപ്പോൾ കുഞ്ഞമ്മയോട് പറഞ്ഞു ഇറങ്ങുമ്പോഴും കയറുമ്പോഴുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. എങ്കിലും ഇറങ്ങിയാലല്ലേ കയറാൻ പറ്റൂ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നല്ല മഴയാണെങ്കിൽ നനഞ്ഞ് കുളിച്ച് കയറാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു നിർബന്ധത്തിനാണ് കുഞ്ഞമ്മയും ഇറങ്ങിയത്. പക്ഷേ ഞാൻ മനസ്സിനുള്ളിൽ ഒരു സകല കലാവല്ലഭയാണ്. കുഞ്ഞമ്മയുടെ ആൺവിദ്വേഷമാണ് എന്നെ ഇത്രയും നാളും അകറ്റി നിർത്തിയതെന്ന് എനിക്കറിയാം. അത് പക്ഷേ കുഞ്ഞമ്മയുടെ പറയാൻ പറ്റില്ലല്ലോ. പേദോഷമുണ്ടാക്കി എനിക്ക് താങ്ങും തണലുമായി നിന്നത് അവരാണ്. എങ്കിലും അവരെയും മനസ്സ് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്നറിയാവുന്ന ഞാനാണ് സംസാരിച്ച് ആ തീരുമാനത്തിലെത്തിയത്. കുഞ്ഞമ്മയുടെ കൂട്ടുകാരുടെ ഭർത്താവും കുഞ്ഞമ്മയുടെ കൂട്ടുകാരിയും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഹോസ്റ്റലിൽ നിന്ന് മാറി ആ ജോലി ഉപേക്ഷിച്ച് അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു. ഇത്തിരി ഇടുങ്ങിയ ജീവിതം തന്നെയാണ്. പക്ഷേ പണം കൂടുതൽ സമ്പാദിക്കാം. ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു കലക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് മാറിയത്. അവിടെ വെച്ച് ഫാഷൻ രീതിയിൽ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് കുഞ്ഞമ്മയുടെ കൂട്ടുകാരിയും ഭർത്താവും കൂടിയാണ്. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും 30കളൊക്കെ കഴിഞ്ഞെങ്കിലും സൗന്ദര്യമുള്ള സുന്ദരികളായി മാറി. കുഞ്ഞമ്മയുടെ കൂട്ടുകാരുടെ ഭർത്താവ് കൊഞ്ചിക്കൊണ്ട് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ശരിക്കും ആരെയാണ് ഇഷ്ടം? ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരെയും ഇഷ്ടമാണോ? എല്ലാ പ്രായവും ഇഷ്ടമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. കാര്യം സ്വന്തം ഇഷ്ടങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ഈ ഫീൽഡിൽ ശോഭിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കൊരു കാറ്റഗറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയുള്ള ആളുകളെ നമ്മൾക്ക് കാണാം, മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷകരമായിരിക്കും. അങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്, ഏത് പ്രായക്കാരെയാണ്, സൗന്ദര്യം നോക്കിയാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ഒന്ന് അനലൈസ് ചെയ്തു. ശരിക്കുമില്ലേ മാഡം, എനിക്ക് നല്ല കട്ട ശരീരമുള്ള ഒരു പ്രായമുള്ള പുരുഷനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. പണ്ട് ചെറുപ്പകാലത്ത് എൻ്റെ ഏജിൽ 2-3 വയസ്സ് കൂടുതലുള്ള ഒരാളാണ് ഞാൻ പ്രേമിച്ചെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഒരു 40-55 അത്രയും നല്ല മച്ചുവേർഡായിട്ടുള്ള ആളുകളോടാണ് താല്പര്യം. എനിക്കെപ്പോൾ ആ താല്പര്യം വന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ചിന്തിച്ച് അയാൾക്കൊരു മറുപടി കൊടുക്കണ്ടേ? അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ആ ഏജാണ് മനസ്സിൽ വന്നത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ കണ്ട് ഞങ്ങളുടെ തീരുമാനങ്ങൾ അറിയിച്ചു. എല്ലാവരെയും റിസീവ് ചെയ്യും എന്നാണ് കുഞ്ഞുമ്മ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ കുഞ്ഞുമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് കിളുന്ത് മതി എന്ന് വെച്ചാൽ മുട്ട് വിരിഞ്ഞു വരുന്ന പരുവം. അത് കേട്ട് ഞാനങ്ങ് ഞെട്ടി. അമ്പടി കേമി, ഇത്രയും മോഹം ഒളിപ്പിച്ച് വെച്ചിട്ടാണോ മുള്ളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പൂത്തോട്ടത്തിൽ നിന്ന് അകന്നു നിന്നത് എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞും പറഞ്ഞു, എടി ഞാനും ആലോചിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണം. തുടക്കം എൻ്റെ യൗവനത്തിൽ നിന്നാകണം. അപ്പോൾ യൗവനത്തിലേക്ക് വന്ന ആളുകളല്ലേ നല്ലത് എന്ന് ചോദിച്ചു. തികച്ചു ന്യായമായ ആവശ്യം. അപ്പോൾ
ഞാൻ കുഞ്ഞമ്മയെ അഭിനന്ദിച്ചു. കുഞ്ഞമ്മയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കേട്ട് എല്ലാവരും ചിരിച്ചെങ്കിലും അത് ന്യായമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുഞ്ഞമ്മയുടെ കൂട്ടുകാരുടെ ഭർത്താവ് അത് ശരിവെച്ചു. അയാളാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നത്. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകളെ ജസ്റ്റ് കാഷ്വലായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും. സംസാരിച്ചിട്ട് ഓക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രം മുന്നോട്ട് പോകും. ആദ്യം ഒരു 45 വയസ്സുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അയാൾക്ക് എന്നെ കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ ഒരു സുന്ദരിയാണ്, നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കല്യാണം ഒന്നും കഴിക്കണ്ട, എനിക്ക് കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു മനുഷ്യൻ, ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരാൺ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? അതുമാത്രമല്ല, മധുരാനുഭവങ്ങൾ എനിക്ക് പണ്ടേയുണ്ട്. പിന്നെ അത് ഇത്തിരി പ്രശ്നമായെന്നേ ഉള്ളൂ. എന്നാലും ചക്കരക്കുടത്തിൽ കൈയിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഞാൻ മനസ്സാങ് സ്വീകരിച്ചു. അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ് ഞാൻ പോയത്. അവിടെ മണിയറ പോലെ അലങ്കരിച്ചാണ് എന്നെ സ്വീകരിച്ചത്. അതിന് കാരണം അദ്ദേഹത്തിന് ഭാര്യയുമായിട്ട് ഒട്ടും പൊരുത്തമില്ല. ധാരാളം പുതിയ അനുഭവങ്ങൾ തേടി നടക്കുന്ന ആളാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. തറവാടിത്തമാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ബന്ധം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുതിയ പുതിയ ലാവണങ്ങൾ തേടി ഇറങ്ങി നടക്കുകയാണ്. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും എന്നോടെന്തോ പ്രത്യേക അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചില്ല. ആണുങ്ങൾ അങ്ങനെ പറയുകയുള്ളൂ. മണിയറിലേക്ക് കയറുമ്പോൾ ഞാൻ എത്രയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നാണം അഭിനയിക്കണമെന്നും ഇടയ്ക്ക് ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് അലറിക്കൂണമെന്നും ആദ്യത്തെ രീതിയിൽ പെരുമാറണമെന്നും പറഞ്ഞു. അതൊക്കെ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാനെ മരങ്കേറ്റി പഠിപ്പിക്കാൻ പുതിയൊരാളെ വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മണിയറിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു നായികയെ പോലെ ഒരു സിനിമാഭിനയമാണ് എന്ന് വിചാരിച്ച് ഞാൻ സ്നേഹത്തോടു കൂടി ഒന്നും അറിയില്ല എന്നുള്ള മട്ടിൽ തന്നെ പെരുമാറി. അദ്ദേഹവും ഞാൻ പുതുമണവാട്ടിയെ പോലെയാണ് എന്ന് വിചാരിച്ചു. അവസാനം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇനി പ്രവേശനോത്സവമാണ്, അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക? അവർ അലറിക്കരയും. എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അധികം അഭിനയിക്കേണ്ടി വന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരി മുകളിലായിരുന്നതുകൊണ്ട് അഭിനയിക്കാൻ തയ്യാറായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കൂകി വിളിച്ചുപോയി. അത് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായി. ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞങ്ങൾ പൊരുത്തമുള്ളവരായി തീർന്നു. അദ്ദേഹം പിന്നീട് എനിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പുള്ളി പിന്നീട് ഒരു ഡീല് വെച്ചു. നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഫ്ലാറ്റ് എടുത്തു തരാം. എനിക്ക് വേണ്ടി മാത്രം നീ നർത്തകിയായി ആ ഒരു സ്വർഗീയ സദനത്തിൽ വസിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് 100 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെ അധികമൊന്നും വഴിതെറ്റാതെ ഒരു വഴിതെറ്റൽ കൊണ്ട് ഞാൻ സെറ്റിലായി. ആദ്യം ഫ്ലാറ്റിലായിരുന്നു. പടിപടിയായിട്ട് പുള്ളി എനിക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലവും വീടും വെച്ച് തന്നു. അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിച്ചു. കാര്യം നാട്ടുകാർ കാണുമ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥൻ വല്ലപ്പോഴും വരും. എനിക്ക് കുട്ടികളില്ല, അത്രയേ ഉള്ളൂ. കുട്ടിയുണ്ടായാലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ആദ്യകാലത്തെ സംഭവങ്ങൾ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെ കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ ഫ്രണ്ടും അവരുടെ ഭർത്താവും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വിസിറ്റേഴ്സായിട്ട് വരും, ബന്ധുക്കളായിട്ട്. അതുകൊണ്ട് ഞാൻ നല്ല നിലയിൽ കഴിഞ്ഞു. എൻ്റെ കാര്യം അങ്ങനെ സെറ്റിൽഡായി. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇത്തരമൊരു ജീവിതത്തോട് യാതൊരു താല്പര്യവുമില്ല. കിളുന്തും കൊളുന്തും നുള്ളി കുഞ്ഞമ്മ സൂപ്പർ ഹിറ്റായി. എനിക്കാണെങ്കിൽ ഒരാളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ഏകദേശം നല്ല നിലയിൽ എത്തിയെന്നേ ഉള്ളൂ. എനിക്ക് ഭീമമായ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും FDയോ ഒന്നുമില്ല. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 10-50 ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയും ഒക്കെ കാണും, അത്രയേ ഉള്ളൂ. പക്ഷേ കുഞ്ഞമ്മയുടെ കാര്യം അങ്ങനെയല്ല. ഞാൻ കൊടുത്ത ആ ഒരു ഉത്സാഹത്തിൽ കുഞ്ഞമ്മ ജൈത്രയാത്ര തുടങ്ങുകയാണ്. ഞാൻ ആദ്യം തന്നെ യാത്ര നിർത്തി ഒരിടത്ത് സെറ്റിലായി. കുഞ്ഞമ്മ അങ്ങനെയായിരുന്നില്ല. നീ തന്ന ഊർജത്തിൽ ഞാൻ ഇനിയും പല ഗിരിശൃംഗങ്ങളും കയറും എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ ഇറങ്ങിയതാണ്. അവർക്ക് ഒരിക്കൽ പോലും ഒരു തെറ്റ് പറ്റിയില്ല.
ഇഷ്ടം പോലെ പണം അവർ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. എല്ലാം എന്നോട് പറയും. ഞാൻ അത് കണ്ട് ആഹ്ലാദിച്ചു. എന്നോ എവിടെയോ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഇവിടെ എനിക്ക് അനുഭവമായി വന്നിട്ടുള്ളത്. പക്ഷേ കുഞ്ഞമ്മ എങ്ങനെയല്ല, നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറും എന്നുള്ള രീതിയിൽ കുഞ്ഞമ്മ കടലും കായലും എല്ലാം കലക്കി നന്നായി മുന്നേറി. കൊച്ചി നഗരത്തിൻ്റെ അടുത്തുള്ള വേറൊരു നഗരത്തിൽ അവർ വമ്പനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. അവിടെയായിരുന്നു പിന്നീട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞമ്മയുടെ ഫ്രണ്ടും അവരുടെ ഭർത്താവും എല്ലാം മെച്ചപ്പെട്ട് വരികയായിരുന്നു. അവരും ആ നഗരത്തിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു. അഭിവൃദ്ധിയുടെ ആരംഭമായിരുന്നു എല്ലാവർക്കും. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിച്ചു. ഫ്രണ്ട്ഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളിൽ തർക്ക വിഷയങ്ങൾ ഒന്നും വരരുതെന്ന് എല്ലാവരും വിചാരിച്ചാണ് മുന്നോട്ട് പോയത്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും വിജയങ്ങൾ കൈവരിക്കാൻ പറ്റി. കാര്യങ്ങൾ ഭംഗിയായി ഇത്രയും കാലം പോയി. പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ട്വിസ്റ്റ് സംഭവിച്ചത്. എൻ്റെ ഭർത്താവായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ അങ്ങേർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതോടുകൂടി അവരുടെ വീട്ടുകാർക്ക് ഈ കഥയൊന്നും അറിയില്ലല്ലോ. അവർ പുള്ളിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. എനിക്ക് പുള്ളിയുമായിട്ടുള്ള എല്ലാ കണക്ഷനും നഷ്ടപ്പെട്ടു. അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ലല്ലോ. എനിക്ക് ആകെ വിഷമമായി. പല സമയത്തും അദ്ദേഹത്തെ ഞാൻ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നീട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ബന്ധം ഇനി തുടരാൻ പറ്റില്ല, അത് അവസാനിച്ചു. നിനക്ക് ഇത്രയുമൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നില്ലേ, അതുകൊണ്ട് സുഖമായി കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ സുഖമായി കഴിയാൻ വീട് മാത്രം പോരല്ലോ. എനിക്ക് കൂടി വന്നാൽ 1-2 വർഷം കഴിയാനുള്ള കാശ് മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ. മാസം മാസം എനിക്ക് ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ. അപ്പോൾ സേവിങ്സ് വളരെ കുറവാണ്. അദ്ദേഹം എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചു പോയി. എനിക്ക് ഇങ്ങനെ അവസ്ഥയുണ്ടായി. ഞാൻ ആ വിഷമം എല്ലാവരുമായിട്ട് പങ്കുവെച്ചു. കുഞ്ഞമ്മയുടെ ഫ്രണ്ടും ഭർത്താവും എല്ലാം ഞങ്ങളെ സ്വാതന്ത്ര്യപ്പിച്ചു, കുഞ്ഞമ്മയെ സ്വാതന്ത്ര്യപ്പിച്ചു. സാരമില്ലടി, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അതിൻ്റെ 25% നിനക്കാണ്. അത് മതി നിനക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ. സാരമില്ല, ഇനിയും എനിക്ക് ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞെന്നെ സമാധാനിപ്പിച്ചു. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കരുത്തുണ്ടായത്. ഈ സമയത്ത് തന്നെ, അതായത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. കുഞ്ഞമ്മയുടെ ഫ്രണ്ടും ഭർത്താവെന്ന് പറഞ്ഞല്ലോ, അവർക്ക് 2 മക്കളാണ്. മൂത്തത് മകനാണ്, ഇളയത് ഒരു പെൺകുട്ടിയാണ്. ആ മകൻ എന്ന് പറയുമ്പോൾ ആ ചെക്കൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരനാണ്. ആരും വന്ന് മോഹിക്കും. കുട്ടികൾക്ക് ഞങ്ങളുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ദുരൂഹമായ കാര്യങ്ങളുള്ളവരാണെന്നറിയാം. അതൊക്കെ പറഞ്ഞാണ് വളർത്തിയത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. കുഞ്ഞമ്മയ്ക്കും എനിക്കുമെല്ലാം അവരോട് വാത്സല്യമാണ്. എല്ലാവരും ഒരേ കുടുംബം പോലെയല്ലേ. ഒരു സുപ്രഭാതത്തിലാണ് അവിടെ നിന്ന് കുഞ്ഞമ്മയുടെ ഫ്രണ്ട് ആ സ്ത്രീ എന്നെ വിളിച്ച് പറയുന്നത്, എടി എൻ്റെ മോനെയും നിൻ്റെ കുഞ്ഞമ്മയും കാണാനില്ല. ഞാൻ പറഞ്ഞു, എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. അവർ ബാംഗ്ലൂരോ മറ്റോ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരൊന്നിച്ച് പോകുന്നൊരു കാര്യമില്ല. ഇത്ര പെട്ടെന്ന് അവരെന്തിനാണ് ബാംഗ്ലൂരിൽ പോയത്? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും വിളിക്കാൻ തുടങ്ങി. ആ ചെക്കനാണ് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഞാനും കുഞ്ഞുമ്മയും കൂടെ ബാംഗ്ലൂരിലേക്ക് ഒരാവശ്യത്തിന് വന്നാണെന്ന് പറഞ്ഞത്. പിന്നീട് അവർ ഫോണൊന്നും എടുക്കുന്നില്ല. 1 ദിവസമായി, 2 ദിവസമായി. പിന്നീട് എല്ലാവരും പല സ്ഥലത്തു നിന്നും മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ചെക്കൻ പറഞ്ഞത്, ഇനി നിങ്ങളെല്ലാം സമ്മതിച്ചെങ്കിൽ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞമ്മയുമായി അവിടെ സെറ്റിലാകാൻ പോവുകയാണ്. അവരുടെ സ്നേഹബന്ധം ഞങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് ശരിക്കും ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അതിൻ്റെ പേരിൽ എല്ലാവർക്കുമിടയിൽ വലിയ വഴക്കും വക്കാണും ഒക്കെ ഉണ്ടായി. എങ്കിലും അവർ 2 പേരും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നില്ല. കുഞ്ഞമ്മ സംസാരിക്കാൻ തയ്യാറാകുന്നുമില്ല. അവസാനം ശരിക്കും ആ ചെക്കൻ്റെ മാതാപിതാക്കൾ എന്നോട് വഴക്കിട്ടു. ഞാനെന്ത് ചെയ്യാനാണ്? ഞാനാണ് അതിന് കാരണക്കാരി. എന്തായാലും പിന്നീട് എല്ലാവരും സമാധാനമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം വളഞ്ഞ വഴിക്കാണ് ഇറങ്ങിയത്. ആ സമയത്ത് നമ്മുടെ വീട്ടിലും ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇതിപ്പോൾ പ്രായവും മറ്റു കാര്യങ്ങളും നോക്കി പലതും ഫിക്സ് ചെയ്തു. അതൊന്നും എപ്പോഴും വിജയിച്ചെന്ന് വരില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും സമാധാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞമ്മയോട് സംസാരിച്ച് അവരെ 2 പേരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തി. ആ സമയത്ത് കുറച്ച് വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടെങ്കിലും കുഞ്ഞമ്മ പിന്നീട് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി.
തുടങ്ങി. ആ ചെക്കനും എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അവരുടെ ഫ്ലാറ്റിലേക്ക് വല്ലപ്പോഴുമേ പോകാറുള്ളൂ. അതിന് കാരണം ഞാൻ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചെക്കന് ഒരാരംഭകാലത്തിലെ താല്പര്യമേ കാണുള്ളൂ. കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും അവന് കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് കുഞ്ഞുമ്മയും അവനും തമ്മിലുള്ള ബന്ധം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ രണ്ടു പേരെയും രണ്ട് പാത്രമാക്കാം. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ രഹസ്യങ്ങളെല്ലാം പുറത്താകും. അതുകൊണ്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് കുഞ്ഞമ്മയും ചെക്കനെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരുടെയും പ്രണയ ചാബല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇത്രയും പ്രായവ്യത്യാസമുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും എന്തൊരു കോർഡിനേഷനാണ്. കുഞ്ഞമ്മ ഒരു മിടുക്കിയാണ്. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ദ്രുതഗതിയിൽ പ്രവർത്തിച്ചെങ്കിലും കൂടെയുള്ള ഫ്രണ്ടിൻ്റെ മകനെ തന്നെ അവർ ടാർഗറ്റ് ചെയ്തല്ലോ. അല്ലെങ്കിൽ ചെക്കൻ ഇവരെ തന്നെ ലവറായി കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കാമെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് എല്ലാവരും തമ്മിൽ അഡ്ജസ്റ്റ് പോവുകയായിരുന്നു. ഇതിനൊക്കെയാണ് മാഡം കഴിഞ്ഞ മാസം ആ ചെക്കൻ എന്നോട് അടുത്ത് വന്ന് പെരുമാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ചുറ്റിക്കളികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിപ്പോൾ പ്രായപൂർത്തിയായി. ആരെ പ്രേമിച്ചൊന്നു നടക്കാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ കുഞ്ഞമ്മയുമായിട്ടുള്ള ഒരു ആദ്യത്തെ ഇൻട്രാക്ഷൻ മാത്രമായിരുന്നു. എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ എന്നോട് അതിർത്തികൾ ലംഘിക്കാൻ വന്നു. ഞാൻ ആദ്യം അവനെ തട്ടിമാറ്റി. പക്ഷേ പിന്നീട് കുഞ്ഞമ്മയുടെ മുന്നിൽ വെച്ചും അവൻ അങ്ങനെ പെരുമാറി. അതോടുകൂടി കുഞ്ഞമ്മ വലിയ പ്രശ്നമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, അവനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ പോയി താമസിച്ചോളൂ. എനിക്ക് ഇതിലൊന്നും ഇടപെടാൻ വയ്യ. എനിക്ക് അച്ചക്കനോട് യാതൊരു താല്പര്യമില്ലെന്ന്. പക്ഷേ കുഞ്ഞമ്മ പറയുന്നത് ഞാനാണ് മുൻകൈ എടുത്ത് അവരുടെ ബന്ധം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം കാണിച്ചതെന്ന്. ശരിക്കും അവൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചത് ഞാൻ ഒരു ട്രിക്ക് പുറത്തെടുത്തതാണെന്നാണ്, രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാൻ വേണ്ടിയിട്ട്. ഈ സംഭവത്തോടു കൂടി ചെക്കനും കുഞ്ഞമ്മയും തെറ്റി. ചെക്കൻ അവരുടെ വീട്ടിലേക്ക് പോയി, കുഞ്ഞമ്മ ഫ്ലാറ്റിലേക്ക് പോയി. കുഞ്ഞമ്മ അവിടെ ഇരുന്ന് എന്നോട് ദിവസവും ഫോണിൽ വിളിച്ച് എന്നെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് എല്ലാത്തിനും കാരണം, 5 പൈസ എനിക്കിനി തരില്ലെന്നാണ് പറയുന്നത്. അവരുടെ വീട്ടുകാർക്ക്, അതായത് ചെക്കൻ്റെ വീട്ടുകാർക്ക് സന്തോഷമാണെങ്കിലും ചെക്കൻ എന്നെ വിളിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സ്നേഹം എന്നോടാണെന്ന് പറയും. ഇതാണ് എൻ്റെ അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സംഘം ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പല കൺഫ്യൂഷൻസും ഉണ്ടായി. ആ ചെക്കന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവിടെ 2 പെണ്ണുങ്ങളുണ്ട്. അതിപ്പോൾ അവൻ്റെ പ്രായം നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഹിസ്റ്ററിയും അവരുടെ പ്രവർത്തികളുമൊക്കെ അവനറിയാം. അപ്പോൾ അവന് താല്പര്യം തോന്നുന്നതിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആദ്യം ഇത്തരമൊരു കാര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്ത്, എന്തെല്ലാം സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്ത്, എന്തെല്ലാം ബുദ്ധികൾ ഉപയോഗിച്ചാണ് ഇത്രയും കാലം ജീവിച്ചത്. അപ്പോൾ ചർച്ചകളുണ്ടായിരുന്നു, തുറന്നു സംസാരിച്ചു, പല പല കാര്യങ്ങൾ ഫിക്സ് ചെയ്തെടുത്തു. പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ശത്രുക്കളായിട്ട് മാറി മാറി നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും കൂടി ഇനിയും ഒന്നിച്ചു നിന്ന് വൈരാഗ്യമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം പണ്ടത്തെ പോലെ ബുദ്ധിപൂർവമായിട്ട് കൗശല ബുദ്ധിയോടുകൂടി എല്ലാം പറഞ്ഞ് ചർച്ചകൾ ചെയ്ത് ഒരു നിരപ്പാക്കി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധം നിലനിർത്തൂ. അല്ലാതെ ഒരാളുടെ പേരിൽ, ഒരു ചെക്കൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. ചെക്കന് ബാലചാപല്യമാണ്, അവൻ്റെ പ്രായത്തിൻ്റെതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ കഴിവുള്ള നിങ്ങൾ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങണോ? അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് എന്തായാലും എല്ലാവരോടും സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഇപ്പോൾ കൗൺസിലർ കണ്ടാലോ വേറൊരാളെ കണ്ടാലോ ഒന്നും ഇതിന് പരിഹാരമുണ്ടാക്കില്ല. നിങ്ങൾ, അതായത് ചെക്കൻ്റെ അച്ഛനും അമ്മയും പിന്നെ കുഞ്ഞമ്മയും നിങ്ങളും കൂടിയിരുന്ന് ചെക്കൻ്റെ ക്യാരക്ടറും എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ റെഡിയായി കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. അല്ലാതെ വേറൊരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.